നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൾ റഹീം. ഉമ്മയുടെ വാക്ക്, ഉമ്മയുടെ വാക്ക്. കാത്തിരിക്കുന്ന ഉമ്മ 20 വർഷത്തിനു ശേഷം മകൻ വരികയാണ്. ഉമ്മ എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കിയെന്നൊന്നും നമുക്കറിയില്ല. ഇന്നൊരു പക്ഷേ കുറേ അധികം നേരം കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുന്നത് നോക്കൂ. ഇപ്പോഴും ആ ഉമ്മയ്ക്ക് കരച്ചിൽ സഹിക്കവയ്യ. സ്നേഹം കൊണ്ടുള്ള കരച്ചിലാണ്. സി രാധാകൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് കുറച്ചു നേരം കൂടി കാത്തിരിക്കേണ്ടി വരുള്ളൂ അല്ലേ? ചില സമയത്ത് വാക്കുകൾ കൊണ്ട് വികാരത്തെ നമുക്ക് പ്രതിഫലിപ്പിക്കുക സാധ്യമല്ല ശരത്ത്. ആ ഉമ്മയുടെയും ആ മകൻ്റെയും സ്വകാര്യ നിമിഷങ്ങളാണ് ഇനിയുള്ളത്. നമ്മളത് മാനിക്കുകയും വേണം തീർച്ചയായിട്ടും. പക്ഷേ ആ കാഴ്ചയും പ്രധാനപ്പെട്ടതാണ്. ഒരു നാട് മുഴുവൻ ആ ഉമ്മയുടെ കരച്ചിലും കണ്ണീരും കണ്ടാണ് ആ ഒരു മകൻ്റെ മോചനത്തിനു വേണ്ടി ശ്രമിച്ചത്. ചെറുതല്ല, 34 കോടി രൂപ ഒരു നാട്ടിലെ ആഗോള മലയാളികളുടെ സമൂഹം ഒരുമിച്ച്, നമ്മളുടെ എല്ലാവരുടെയും സ്നേഹവും നമ്മളുടെ എല്ലാവരുടെയും പങ്കും അതിലുണ്ട് എന്നുള്ളതാണ്. ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നിമിഷമാണ്. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മലയാളി ഇങ്ങനെ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അതും താൻ ചെയ്യാത്ത കുറ്റത്തിന്, ഒരിക്കലും നമുക്ക് അബ്ദുൾ റഹീമിനെ ആ കുറ്റത്തിൻ്റെ കാര്യത്തിൽ കുറ്റപ്പെടുത്താനേ കഴിയില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കൈയബദ്ധം കൊണ്ട് സംഭവിച്ചു പോകും. അപകടമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ വാഹനത്തിൽ ആ ദിവസം അനസറിൻ്റെ ശരീരത്തിൽ നിന്ന് വൈദ്യുത ഉപകരണം, ആ മെഡിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ ഒരു ഭാഗം വിട്ടുപോയതാണ്. അത് സിഗ്നൽ തെറ്റിച്ചു പോകണമെന്നുള്ള നിർബന്ധത്തിൽ പാവം അബ്ദുൾ റഹീമിനത് കഴിയാതെ വന്നപ്പോൾ ആ കുട്ടി പ്രതികരിച്ചു പോയതാണ്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മെഷീൻ ഒരു ഭാഗം വേർപെട്ടു പോകുന്നതും. ആ ഘട്ടത്തിലാണ് പിന്നീട് അവിടുത്തെ നിയമമനുസരിച്ച് അബ്ദുൾ റഹീമിനെ ജയിലിലടയ്ക്കുന്നത്. 20 വർഷത്തിനു ശേഷമാണ് ഇപ്പോൾ വെളിച്ചം കണ്ട് പുറത്തേക്ക് വരുന്നത്. സ്വന്തം നാടിൻ്റെ തണുപ്പിലേക്ക് വന്നിറങ്ങുന്നു. വി എസ് രഞ്ജിത്ത്, അത് വല്ലാത്തൊരു നിമിഷമായി പോയി. നമ്മളോടും മലയാളികളോടും സ്നേഹത്തോടു കൂടി ഈദ് മുബാറക്ക് പറഞ്ഞ് എന്താണല്ലേ നാട്ടിലേക്കുള്ള ആ തിരിച്ചുവരവ്, ആ നാടിൻ്റെ തണുപ്പിലേക്ക് വന്നിറങ്ങുമ്പോൾ, ആ സ്നേഹത്തിൻ്റെ തണുപ്പിലേക്ക് വന്നിറങ്ങുമ്പോൾ നമുക്ക് വാക്കുകൾ കൊണ്ട് പോലും പ്രതിഫലിപ്പിക്കാൻ പറ്റാത്ത വികാരമായിരിക്കും ഉണ്ടാവുക അല്ലേ അബ്ദുൾ റഹീമിന്? വി എസ് രഞ്ജിത്ത് ഉണ്ട്. വി എസ് രഞ്ജിത്ത്, അധിക സമയമില്ലെന്ന് തോന്നുന്നു അല്ലേ ഈ പേട്ടയിലേക്ക് എത്താൻ, ഫറൂഖിലേക്ക് എത്താൻ? ഡോക്ടർ അരുൺ, ഇവിടെ ഇപ്പോൾ കൊണ്ടോട്ടിയിൽ നിന്ന് രാമനാട്ടുകര വഴി ഫറോക്ക് പേട്ട ഒരു 20 മിനിറ്റിന് ദൂരം മാത്രമാണുള്ളത്. റഹീം ആദ്യമായി റിപ്പോർട്ടർ ടിവിയോട് സംസാരിച്ചു എന്നുള്ളതാണ്, ഡോക്ടർ അരുണിനോട് സംസാരിച്ചു എന്നുള്ളതാണ്. മലയാള മാധ്യമങ്ങളിൽ അദ്ദേഹം ആദ്യമായി സംസാരിച്ചു. നമ്മൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടിയും ആദ്യമായി സംസാരിച്ചത് എന്നുള്ളതാണ്. ഏതായാലും വലിയ സന്തോഷം ആ നിമിഷത്തിലുണ്ട് എന്നുള്ളത് കൂടി അറിയിക്കട്ടെ. കാരണം ഇനിയൊരു 20 മിനിറ്റ് ആ നാട്ടിലേക്ക് ഫറോക്ക് പേട്ടയിലൊക്കെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അവിടെ ഒരു തുറന്ന വാഹനത്തിൽ അദ്ദേഹത്തെ കയറ്റി വീട്ടിലേക്ക് ആനയിക്കും. അവിടെ ഉമ്മ കാത്തിരിക്കുന്നു, നാട്ടുകാർ കാത്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്നാണ് വലിയ പെരുന്നാൾ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കോഴിക്കോട്ടൊക്കെ വലിയ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വരിക എന്ന് പറയും. ഇന്നിപ്പോൾ വലിയ പെരുന്നാളും റഹീമും ഒരുമിച്ച് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതായാലും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നാട്ടുകാർ മുഴുവനുള്ളത്. വലിയ ആഹ്ലാദമുണ്ട്, വലിയ സന്തോഷമുണ്ട്. ഈ വലിയ പെരുന്നാൾ ഒരു റാഹത്തായ പെരുന്നാളെന്ന് ആ കുടുംബത്തിന് പറയാൻ സാധിക്കും. 20 വർഷത്തെ കാത്തിരിപ്പ്, മലയാളികളാകെ ഒരു മനസ്സോടുകൂടി പിരിച്ചെടുത്ത 34 കോടി രൂപ, അത് 34 കോടിയല്ല, 1000 കോടിയുടെ മനസ്സ്, ഒരു നന്മയുടെ മനസ്സ് അതിന് പിറകിലുണ്ട്. റഹീമിനെ കാത്ത് നാട്ടുകാരൊക്കെ, എനിക്ക് തോന്നുന്നു വഴിയിലൊക്കെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ വാർത്ത കണ്ടിട്ട് പലയിടത്തും ആൾക്കൂട്ടത്തെ കാണുന്നുണ്ട്. നമ്മളിങ്ങനെ മുന്നിൽ വാഹനത്തിൽ പോകുന്നു, പേട്ട ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. അവിടെയായിരിക്കും വാഹനം നിർത്തുക എന്നാണ് ഇപ്പോൾ PM സമീർ MLA പറഞ്ഞിട്ടുള്ളത്. അവിടെ നിർത്തി അവിടെ നിന്നൊരു 10 മിനിറ്റ് ദൂരമാണ് പേട്ടയിൽ നിന്ന് റഹീമിന്റെ വീട്ടിലേക്കുള്ളത്. അതൊരു തുറന്ന വാഹനത്തിൽ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന വിധത്തിൽ, എല്ലാവരോടും കൈവീശാൻ സാധിക്കുന്ന, അഭിവാദ്യം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും ആ ഒരു യാത്ര എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പേട്ടയിലേക്ക് നമ്മളും പോകുന്നു. 20 മിനിറ്റ് ദൂരം ഇവിടെ നിന്ന് പേട്ടയിലേക്കുണ്ട്. കണ്ണ് നിറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ കരച്ചിലുണ്ട്, ആ ആനന്ദം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. നാട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ 2006 ഡിസംബർ 18 ജയിലിലേക്ക് പോയതാണ്. ആരും അറിഞ്ഞില്ല അദ്ദേഹം ജയിലിൽ കിടക്കുന്നത്. പിന്നീട് ഏതോ മാധ്യമ പ്രവർത്തകർ അതിനകത്ത് കയറി അവരാണ് ഈ വിവരം നാട്ടിൽ അറിയിക്കുന്നത്. അതിനുശേഷം വധശിക്ഷ വിധിക്കപ്പെട്ടു, വധശിക്ഷ റദ്ദാക്കപ്പെട്ടു. വീണ്ടും ഒരിക്കൽ
കൂടി ഞാൻ പ്രേക്ഷകരോടൊന്ന് പറയട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ചിലരെങ്കിലും സംശയം ചോദിക്കുന്നത് കൊണ്ടാണ് ഈ അമ്മയുടെ കണ്ണീര് പോലെ മറ്റൊരു അമ്മയുടെ കണ്ണീരില്ലേ എന്ന് ചോദിക്കുന്നു. ഒരു കാരണവശാലും അത് താരതമ്യം ചെയ്യാനേ കഴിയില്ല. അബ്ദുൾ റഹീം ഏതെങ്കിലും തരത്തിൽ മനഃപൂർവ്വം ഒരു കുഞ്ഞിനെ വധിച്ചതല്ല. അതവിടെ നടന്ന സംഭവം എക്സാക്ട്ലി എന്താണ് എന്നുള്ളത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി അങ്ങനെ സംശയമുള്ള പ്രേക്ഷകരുടെ സംശയം തീർക്കാൻ വേണ്ടി ഞാനൊന്ന് പറയാം. 2006 ഡിസംബർ 24-നാണ്, അതായത് അബ്ദുൾ റഹീം സൗദിയിൽ ഡ്രൈവറായി ജോലിക്കെത്തി ഒരു മാസം കഴിയുമ്പോഴാണ് സ്പോൺസറുടെ മകനായ അനസ് എന്ന് പറയുന്ന കുട്ടി, 15 വയസ്സുള്ള കുട്ടി, ആ കുട്ടിയുടെ ശരീരമാകെ തളർന്നു കിടപ്പാണ്. ഒരു മെഡിക്കൽ ഉപകരണത്തിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് ആ കുട്ടിക്ക് ചലിക്കാൻ കഴിയുക. അപ്പോൾ ശരീരമാസകലം ആ മെഡിക്കൽ എക്യുപ്മെന്റുമായിട്ട് ആ കുട്ടിയെ പുറത്തു കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്നു. ഡിസംബർ 24-ാം തീയതി ഈ അന്ന് അനസ് എന്ന് പറയുന്ന കുട്ടിയുമൊത്ത് കാറിൽ പുറത്തു പോയതാണ് നമ്മളുടെ പ്രിയപ്പെട്ട റഹീം. അൽ അസീസിയ ഏരിയയിൽ എത്തുമ്പോൾ അവിടെ ഹൈപ്പർ പാണ്ട മാർക്കറ്റിന് സമീപം വെച്ച് ട്രാഫിക് സിഗ്നലിൽ കാർ നിർത്തുന്ന സമയത്ത് ഈ അനസ് വാശി പിടിക്കുന്നു. ആ റെഡ് സിഗ്നൽ ലംഘിച്ചു പോകണം എന്ന് പറയുന്നു. പക്ഷേ അത് റഹീമിന് ചെയ്യാൻ പറ്റില്ലല്ലോ. സൗദിയിലെ നിയമം അനുസരിച്ച് അങ്ങനെ സിഗ്നൽ തെറ്റിച്ചു പോയാൽ അത് വലിയ പിഴ ഒടുക്കേണ്ടി വരും. മാത്രമല്ല വിസ പോലും ഒരുപോലെ ജോലി പോലും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്, അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. റഹീം ഈ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ കുട്ടി അത് കേൾക്കുന്നില്ല. ആ സമയത്ത് വിസമ്മതിച്ചതോടെ പ്രകോപിതനായ അനസ് എന്ന് പറയുന്ന കുട്ടി വഴക്കിടുകയും റഹീമിന്റെ മുഖത്തേക്ക് തുപ്പുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് തടയാൻ വേണ്ടിയിട്ട് റഹീം കൈയൊന്നുയർത്തിയതാണ്. ആ സമയത്താണ് അനസിന്റെ ശരീരത്തെ ഘടിപ്പിച്ചിരുന്ന മെഡിക്കൽ ഉപകരണത്തിൽ തട്ടി. അതോടെ അനസ് അബോധാവസ്ഥയിലായി. റഹീം ഉടൻ തന്നെ ബന്ധുവായ മുഹമ്മദ് നസീറിനെ വിളിച്ചു വരുത്തി അനസിനെ രക്ഷിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. ആശുപത്രിയിലേക്കൊക്കെ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. ഈ നസീറിനെ 10 വർഷത്തേക്കും റഹീമിനെ 20 വർഷത്തേക്കുമാണ് ശിക്ഷിച്ചത്. വധശിക്ഷയ്ക്കാണ് ആദ്യം വിധിച്ചതെങ്കിലും പിന്നീട് ഇത് കേസ് വാദിച്ച് ഇത് മനഃപൂർവ്വമല്ലാത്ത വിഷയമാണെന്ന് മനസ്സിലാക്കി, ഒരു കയ്യബദ്ധത്തിൽ സംഭവിച്ചു പോയതാണെന്ന് മനസ്സിലാക്കി. ഒടുവിൽ ഇത് ജീവപര്യന്തമാക്കി. ഒടുവിൽ ദിയാധനം സ്വീകരിക്കാനുള്ള അവകാശം കൊടുത്ത് അങ്ങനെ ദിയാധനത്തിലേക്ക് എത്തുകയായിരുന്നു. ഒടുവിലിതാ റഹീം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. സന്തോഷമെന്ന റഹീം റിപ്പോർട്ടറോടും പ്രിയപ്പെട്ട പ്രേക്ഷകരോടും പ്രതികരിച്ചിരിക്കുന്നു.